പത്തൂതിക്കും തങ്കലാക്കി കേരളത്തെക്കാട്ടും ഒരു പിടി മുകളിലാണ് ഞങ്ങളുടെ ഓണം. ഡൽഹി മലയാളികളുടെ ഓണാഘോഷം ഇവിടെ വിപുലമായ രീതിയിലാണ് കൊണ്ടാടുന്നത്. ഈ ഉത്തര ഗുരുവായൂർ ക്ഷേത്രം ഈ ഓണത്തിന്റെ ഒരു മൂഡിൽ സെറ്റായി നിൽക്കുകയാണ്. ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം മീഡിയ വണിനോടൊപ്പം ചേരുന്നത്. അവർ ഈ ക്ഷേത്രത്തിന്റെ ഓണാഘോഷങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ പരിപാടിയൊക്കെ കളറാക്കാനുള്ള ഒരുക്കത്തിന് ശേഷം ഇവിടെ നമ്മളോടൊപ്പം ഒത്തുചേർന്നിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഇന്നത്തെ ഒരു ഓണം? അതിമനോഹരമായ ഗംഭീരമായ ഓണാണ് ഞങ്ങൾ പ്രവാസികൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ അമ്പലം. ഇവിടെ ഞങ്ങൾ 6000 പേരുകളുടെ വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. നിങ്ങളും സദ്യയിൽ പങ്കെടുക്കണം. പിന്നെ പൂക്കളം, ഇന്ന് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ വളരെ കേരളത്തെക്കാട്ടും ഒരു പിടി മുകളിലാണ് ഞങ്ങളുടെ ഓണം. ഇതിലിപ്പോ ഇത് മലയാളികൾക്ക് ഒരു ഓണാഘോഷം, അല്ലെ കേരളത്തിലുള്ളവർക്ക് ഒരു ഓണാഘോഷം നിങ്ങളുടെ വക കൂടി? തീർച്ചയായും കേരളക്കാർക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ. മലയാളി മാത്രമല്ല, ബാക്കി തമിഴുകാർ, ഹിന്ദിക്കാർ, കന്നഡക്കാർ, ആന്ധ്രക്കാർ എല്ലാവരും വരും. ഞങ്ങളൊരു ഏകദേശം 8000 ആൾക്കാരോളം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തിരുവോണ സദ്യക്ക്. ഇപ്പൊ എല്ലാ വർഷവും വലിയ വിപുലമായ രീതിയിൽ തന്നെയാണല്ലോ ഇവിടെ ഓണം കൊണ്ടാടുക. അതെ, വളരെ വിപുലമാണ്. ഡൽഹിയിൽ ഏറ്റവും വലിയ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി ഗുരുവായൂരപ്പൻ അമ്പലം. നമുക്ക് ഒരു ഓണപ്പാട്ട് കൂടി ഇവര് ഒരുക്കിയിട്ടുണ്ട്. അപ്പോ അവരുടെ ഒരു ഓണപ്പാട്ട് കൂടി നമുക്ക് കേൾക്കാം. ഓണം വരുമ്പോൾ അതോടെ എല്ലാവർക്കും ഓണാശംസകൾ. ഓണം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന വഞ്ചിപ്പാട്ടാണ്. അപ്പോൾ ഒരു വഞ്ചിപ്പാട്ട് ഒരു 4 ലൈൻ പാടാം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. പത്തുതിക്കും തങ്കലാക്കി ദൈതോ, പത്തുതിക്കും തങ്കലാക്കി പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോടുന്നേ, പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോടുന്നേ, പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോടുന്നേ. ദൈതകതീതകതോ തകധീയതിത്തോ തിത്തോ ദിഗിതോ. ഇത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഒരു ഗംഭീരമായ ഒരു ഓണം മോഡ്, നാട്ടിലുള്ളതിനേക്കാളും വലിയ അല്ലെങ്കിൽ നാട്ടിലുള്ളതിനേക്കാളും വലിയൊരു മോഡ്, ഓണത്തിന്റെ ഒരു ആവേശം ഇവിടെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓണാഘോഷം സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അമൽ ജോണിനോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.